ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റാത്ത മതേതരത്വ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് മതേതരത്വത്തിൻ്റെ ഭീഷണിയാവുന്ന വെല്ലുവിളിയാവുന്ന നിലപാടാണ്. പക്ഷെ തൃശ്ശൂരിൽ ക്രിസ്തീയ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൂടി മേടിച്ചിട്ടാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത്. അദ്ദേഹം പോലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ശക്തമായ ഒരു ഇടപെടൽ നടത്തിയതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഫ്രാൻസിസ് ജോർജ് എംപിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പോവുകയും ഈ കന്യാസ്ത്രീകളെ കാണുകയും ചെയ്തതായി പറയുന്നുണ്ട്. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഛത്തീസ്ഗഡിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഏറ്റവും ഒരു ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റാത്ത മതേതരത്വ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ രണ്ട് കന്യാസ്ത്രീകൾ, രണ്ട് കന്യാസ്ത്രീകളല്ല, എല്ലാ വൈദികരും കന്യാസ്ത്രീകളും എല്ലാം വിവിധ സംസ്ഥാനങ്ങളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും, അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും, അവർക്ക് ഭക്ഷണം കൊടുക്കാനും, ആരോഗ്യ പരിപാലനത്തിനും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്ന പ്രാർത്ഥനാപൂർവമായിട്ടുള്ള അവരുടെ ആരാധനാലയങ്ങളിലോ കാര്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലും അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നു എന്നല്ലാതെ ഒരിക്കലും മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളും. ഇപ്പം ബിഷപ്സ് തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ മനുഷ്യ സ്നേഹത്തിൻ്റെയും മനപരിവർത്തനത്തിൻ്റെയും വക്താക്കളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിലാണ് ഇത്രയും നീചമായ ഒരു നടപടി BJP, RSS, ബജരംഗ് ദൾ ആളുകൾ ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് BJPയുടെയും RSSൻ്റെയും സ്പോൺസർഷിപ്പ് അതിനുണ്ടെന്നുള്ള ഉറപ്പാണല്ലോ. കാരണം BJPയുടെ മുഖ്യമന്ത്രിയാണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പോലും ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട P. ജോസഫ് സാറ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് സിസ്റ്റേഴ്സിനെയും എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം, കേസ് പിൻവലിക്കണം, അവരുടെ പേരിലുള്ള കള്ളക്കേസ് പിൻവലിക്കണം. അതാണ് അവരെ വേട്ടയാടിയത്, അവിടെ ആൾക്കൂട്ട വിചാരണ നടത്തി അവരെ അവമാനിച്ചിട്ട് അതിനുശേഷമാണ് FIR ജാമ്യമില്ലാത്ത വകുപ്പ് പിന്നീട് എഴുതി ചേർത്താണ്, രണ്ടാമത് ചേർത്താണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു വിഷയം ഉണ്ടായ സാഹചര്യത്തിൽ കേരളം മുഴുവൻ പ്രതിഷേധം വന്നിരിക്കുകയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്തൊട്ടാകെ ഈ സിസ്റ്റേഴ്സിൻ്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചു. ഇന്ന് ബഹുമാനായ പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറ് തൊടുപുഴയിൽ പ്രതിഷേധ ജ്വാല എന്ന നിലയിലൊരു സമരപരിപാടി ഇന്ന് ജോസഫ് സാറ് തന്നെ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ സമരത്തിൽ, കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ കേന്ദ്ര ഗവൺമെൻറ് കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പന്തൽ കെട്ടി വലിയൊരു സമര പരിപാടി കോട്ടയത്ത് നടത്തി. അടുത്തുരുത്തിയിലെ, കുറവലങ്ങാട്, പാല, തൊടുപുഴ, പ്രധാനപ്പെട്ട ഇന്നലെ ആലപ്പുഴയിൽ എല്ലാ മേഖലകളിലും അതെ സമര രംഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഈ ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം ഞങ്ങൾ പറയുന്ന ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണം. പ്രധാനമന്ത്രി ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ കേരളത്തിലെ UDFൻ്റെ MP മാർ എന്ന നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതികരിച്ച് ശ്രീ ഫ്രാൻസിസ് ജോർജ് MP-യും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ബെന്നി ബെഹനാൻ MP-യും NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെ MP-മാരും മറ്റ് കോൺഗ്രസ് നേതാക്കളും എല്ലാവരും ചേർന്ന് ഛത്തീസ്ഗഡിലേക്ക് പോവുകയുണ്ടായി. ഛത്തീസ്ഗഡിൽ ആദ്യം അവരെ സിസ്റ്റേഴ്സിനെ കാണാൻ അനുവദിച്ചില്ലെങ്കിലും അവർ ശക്തമായ ഇടപെടൽ നടത്തി സിസ്റ്റേഴ്സിനെ കണ്ട് സംസാരിച്ചു, അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി. അതിനുശേഷം ശ്രീ ഫ്രാൻസിസ് ജോർജ് പാർലമെൻറ്റിൽ ഈ പ്രശ്നം ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. പാർലമെൻറ്റിൽ ഉന്നയിച്ചു ഇവർക്ക് മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ. പിന്നെ രാഹുൽ ഗാന്ധി MP-യുടെയും പ്രതിപക്ഷ നേതാവ് എന്ന രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി MP-യുടെയും KC വേണുഗോപാൽ MP ഉൾപ്പെടെ കോൺഗ്രസ് ലീഡർഷിപ്പ് തന്നെ, UDF ലീഡർഷിപ്പും നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം എല്ലാവരും ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി ഇടപെടുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സമ്മർദ്ദമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് മതേതരത്വത്തിൻ്റെ ഭീഷണിയാവുന്ന വെല്ലുവിളിയാവുന്ന നിലപാടാണ്. ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം, നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ മന്ത്രിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് ഇതുവരെ അതിൽ ഇടപെട്ട് ഒരു
പരിഹാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ മതന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ മന്ത്രി ആയതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാണ്. പക്ഷെ തൃശ്ശൂരിൽ ക്രിസ്തീയ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൂടി മേടിച്ചിട്ടാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത്. അദ്ദേഹം പോലും ഈ കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. രണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഗവൺമെന്റും. ഇത് BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഇന്നലെ വരെ എനിക്ക് തോന്നുന്നു അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ കേന്ദ്രത്തിലോട്, അല്ലേ? ഇല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെടണം. മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി. ഞങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും ഒരു ഡെലിഗേഷൻ പോകണ്ടേ? ഇവർ പോയി കേരളത്തിലെ 2 സിസ്റ്റേഴ്സിന്റെ പ്രശ്നമാണ്, അത് പരിഹരിക്കേണ്ട സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാനുള്ളൊരു കടമ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ സർക്കാരിനും ഇല്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്ന വിഷയമല്ലോ. ഇവരിവിടുന്ന് പ്രസ്താവന ഇറക്കിയാൽ ഇവരെല്ലാം ജയിലിൽ നിന്ന് ഇറക്കി വിടുകയും കേസ് പിൻവലിക്കുകയും ചെയ്യുന്ന കാര്യമല്ലോ. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി 3 പേരെ കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവരെ കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ ആ തടഞ്ഞ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരുമായിട്ട് എനിക്ക് വന്ന ഏതോ ഒരു നമ്മുടെ മലയാളം, എനിക്ക് ഏഷ്യാനെട്ടാന്ന് തോന്നുന്നു, ഒരു ചാനലിൽ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്, ഇവരെ മതം മാറ്റാനാണ് കൊണ്ടുപോകുന്നതെന്നുള്ള തെളിവെന്താണെന്ന് ചോദിച്ചപ്പം അവർ പറയുന്നത് ഇവരുടെയൊക്കെ ഐ ഡി കാർഡിൽ അവരുടെ പേര് ഹിന്ദു പേരുകളാണ്, അവരുടെ റിലീജിയൻ ഹിന്ദു എന്നാണ്, അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ് ഇവർ. അങ്ങനെയുള്ള ന്യായമൊക്കെ പറഞ്ഞാണ് അവർ കേസെടുത്തിരിക്കുന്നത്. ഇത് എവിടെയും നിലനിൽക്കാത്ത കുറേ വകുപ്പുകൾ ചാർത്തി ഇവരെ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസ് NIA-ക്ക് വിടുന്നു എന്ന നിലയിലേക്കുള്ള പുതിയ തീരുമാനം ഇപ്പം വന്നിരിക്കുകയാണ്. കോടതി എടുത്തതാണ്. അപ്പം ഇതെല്ലാം ഇട്ട് ഈ സിസ്റ്റേഴ്സിനെ വീണ്ടും വലിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പെടുത്തുന്ന ഒരു നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഏറ്റവും ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ സിസ്റ്റേഴ്സിന് നീതി കിട്ടണം. അത് 2 സിസ്റ്റേഴ്സിന് മാത്രം പ്രശ്നമല്ല ഇത് സത്യത്തിൽ രാജ്യത്തൊട്ടാകെ സേവനം ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും അടക്കം വരുന്ന അവരുടെ നേരെ നടക്കുന്ന ഒരു വലിയ സംഘടിതമായ ഒരു അല്ല, ഇത് ആദ്യത്തെ അല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കടുത്തുരുത്തിക്കാരത്തെ അവിടെ ഒരു നഴ്സിംഗ് കോളേജിലെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അച്ഛനായി പിന്നെ ഒരു കടുത്തുരുത്തിക്കാരത്തെ ഒരു സിസ്റ്ററിന് ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട്, പ്രധാനമന്ത്രി ഇടപെട്ട് ഈ സിസ്റ്റേഴ്സിന് മോചനം കൊടുക്കണം. ഇത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതസൗഹാർദ്ദത്തിന്റെയും ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ വന്ന വീഴ്ച പരിഹരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്.